അങ്ങോട്ട് നമ്മൾ പോയാൽ ചൈന ബോർഡർ വിശ്രമിക്കുക. അതാ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ അന്തിക്കൂട്ട് യാത്ര ഞങ്ങൾ റൂമിലേക്ക് എത്തി. മഞ്ഞിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡ്രസ്സുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വണ്ടി സൈഡാക്കാൻ പോവാണ്. അങ്ങനെ ഡ്രസ്സ് മാറി ശേഷം വരാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ സോളങ് വാലിയിലേക്കാണ്. അതിന് മുമ്പ് ഈ എന്താ പറയുക മഞ്ഞിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡ്രസ്സുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വണ്ടി സൈഡാക്കാൻ പോവാണ്. അവിടത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ഡ്രസ്സ്. ഇതാ ഇങ്ങോട്ട് 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 എല്ലാവരും മാറുന്ന തരത്തിലാണ് ഡ്രസ്സ്. ജഗ പുക ഡ്രസ്സ് മാറുന്നു. നമ്മൾ ഡ്രൈവർ പറയുന്നു നമ്മൾ നേരം പോയി പോയി. അങ്ങനെ ഡ്രസ്സ് മാറിയ ശേഷം വരാൻ നോക്കും. പെരുന്നാൾ ചന്തക്കുള്ള തിരക്കായി ഇതിൻ്റെ അടുത്ത്. പിന്നെ എങ്ങനെയാ കയറുക? ഒരു നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. ഇവിടെ അമ്പിച്ച തിരക്കാ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഡ്രസ്സ് ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒന്ന് അവനവർക്ക് പറ്റുന്ന സെലക്ട് ചെയ്യണ്ടേ. അതാടെ കൊണ്ട് കാവ് വിട്ടിട്ടാ വന്നിട്ട് അങ്ങോട്ട്. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. യാത്ര തുടരുന്ന കോലം കാണുന്നത് പമ്പിച്ചത് തുടരായിട്ട് നോക്കിയാൽ എല്ലാവരെയും. ഇതാണ് കോലം. ചന്ദ്രനിലേക്ക് പോകാൻ പുറപ്പെട്ട മാതിരിയുള്ളത് എല്ലാവരുടെ ഡ്രസ്സും. പിന്നെ അവിടെ ഇറങ്ങിയാൽ കാണാം. ഇതാണ് സൗത്ത് പോർട്ടൽ അട്ടത്തുണൽ ടണൽ. എത്ര 8 കിലോമീറ്റർ നീളമുള്ള ടണൽ. 8 കിലോമീറ്റർ നീളമാണ് ഈ ടണൽ. രാത്രി കഴിഞ്ഞ് പകലിലേക്ക് പോകുന്ന പോലെയാണ്. 8 കിലോമീറ്റർ നീളമുള്ള ഈ ടണലിൻ്റെ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തുന്നത്. ये रोड चला गया चाइना बॉर्डर लद्दाख. അങ്ങോട്ട് നമ്മൾ പോയാൽ ചൈന ബോർഡർ.
അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഇറങ്ങി ഒരു പാട നടന്ന് വരികയാണ്. ആരത് അങ്ങനെ കാണാൻ എന്ത് രസം. ഉമ്മ തേക്കുന്ന വരുന്നു. മഞ്ഞ് മരകൾക്കിടയിൽ മഞ്ഞുകാലം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മഴ വീണു. മഞ്ഞ് ഇത് നമ്മളെ മഞ്ഞ അപ്പൊ നമുക്ക് നോക്കാം. ഇത്തിരി സോഡിയം പൗഡർ ഞാൻ എൻ്റെ മോള് പറഞ്ഞു കേട്ടോ, വലിയൊരു ആഗ്രഹമായിരുന്നു കുട്ടികൾക്ക് മഞ്ഞുള്ള സ്ഥലത്ത് പോകുക എന്നുള്ളത്. ഈ സിനിമകളിൽ അതുപോലെ ഈ വെബ് സീരീസിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരും, ഇപ്പം എങ്ങനെങ്കിലും പോകണം. അപ്പം നമുക്ക് എന്തായാലും ഇന്ത്യയിൽ തന്നെ മഞ്ഞുള്ള മനോഹരമായ ഒരു സ്ഥലം കാശ്മീരും അതിൻ്റെ അടുത്തുള്ള പ്രദേശമായ കുളു മണാലിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാനും മക്കളെ കൂടെ ചേർന്ന് ഇങ്ങനെ കളിക്കാൻ അവർ കുറച്ച് സോഡിയം പൗഡർ എടുത്ത്, പിന്നെ മോള് പറഞ്ഞിട്ടില്ല പമ്പേഴ്സ്, ഫ്രഷ് പമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടൊക്കെ അങ്ങനെ മഞ്ഞുണ്ടാക്കി കളിച്ച് ഞാൻ അവരോടൊപ്പം ചേർന്ന് കളിച്ചു. അപ്പോൾ അടുത്ത വെക്കേഷൻ ഇത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞ് ഇപ്പോഴുള്ള വെക്കേഷൻ ഞങ്ങൾ ഫുൾ ഫാമിലി പുറപ്പെട്ട വിവരണങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അത് നിങ്ങളോട് പറയാനും. ഞങ്ങൾ ഇത്രയും നല്ലൊരു യാത്ര നടത്തിയിട്ട് ഒരുവിധം വിശേഷങ്ങളൊക്കെ അവിടെ എത്തുന്നവരെയുള്ള നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ മഞ്ഞുമലകളിൽ കുത്തിമറിഞ്ഞ നിമിഷങ്ങൾ, അതുപോലെ ഹിഡുംബ ടെമ്പിളിലൊക്കെ പോയ മനോഹരമായ എന്താ പറയണ്ടേ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു. അപ്പം ഭാഗ്യത്തിന് ഫോണിൽ കുറച്ച് ശേഖരിച്ച് വെച്ചിരുന്നു. ആ ഫോണിലുണ്ടായിരുന്ന കുറഞ്ഞ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും നിങ്ങളെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് മണാലി വരെ പോയിട്ട് ഞങ്ങളെ സന്തോഷം നിങ്ങളെ അറിയിക്കുമ്പോൾ ഈ വിഷ്വൽസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മോശമായി പോകില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വോയിസ് ഓവറോടുകൂടി ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം യാത്രയും, പ്രത്യേകിച്ച് നമുക്കെല്ലാമായ നമ്മളെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന നമ്മുടെ ഉമ്മ, ഭാര്യ, അതുപോലെ ആരൊക്കെ ഉണ്ടോ, എനിക്കിപ്പോൾ ഉപ്പ ജീവിച്ചിരിപ്പില്ല, അതുപോലെ തന്നെ ഇക്ക അടക്കം പലരും നമുക്ക് നഷ്ടപ്പെട്ടവരാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പലരും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് കൊടുക്കാൻ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കൊടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. വലിയ വലിയ സന്തോഷങ്ങൾ ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ എപ്പോഴും വീട്ടുകാരുടെ കൂടെയുള്ള യാത്രകൾ, കൂട്ടുകാരുടെ കൂടെയുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിനകത്ത് ഞാൻ വെക്കുന്ന മെസ്സേജ് അത് തന്നെയാണ്. നിങ്ങളും ഇതിനേക്കാൾ വലിയ യാത്രകളൊക്കെ നടത്തി ഉള്ള നിമിഷങ്ങളെ ധന്യമാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. കാരണം നമുക്ക് രണ്ടാമത് ഇങ്ങോട്ടൊരു വരവില്ലല്ലോ. ഇതൊരു മഹാഭാഗ്യമാണ്. മനുഷ്യജന്മം കിട്ടി, നമുക്ക് ഒരുപാട് നല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായി കൂടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ കാണുന്നവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിച്ചു. പല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ സർവൈവിംഗ് എങ്ങനെയാണ് പഠിച്ച മനുഷ്യരുടെ പാരമ്പര്യത്തിൽ ഒരു ജന്മമായി നമുക്കിവിടെ ജീവിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അടയാളപ്പെടുത്തിയിട്ട് വേണം ഈ ജന്മം പൂർത്തീകരിച്ചിട്ട് മടങ്ങാൻ. ഇതുപോലുള്ള യാത്രകളൊക്കെ നിങ്ങൾ നടത്തുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.